മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില്ല. നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ. സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ്, മഞ്ചേരി. തീപ്പന്തമായി PV അൻവർ. ജനപിന്തുണയോടെ ഇനിയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നടത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് അദ്ദേഹം. PV അൻവർ MLA നേതൃത്വത്തിലുള്ള സാമൂഹിക കൂട്ടായ്മയായ TMKയുടെ നയരേഖയിൽ മലബാറിനുള്ള ഊന്നൽ മുതൽ സാധാരണക്കാരുടെ കയ്യടി നേടാനുള്ള പ്രഖ്യാപനങ്ങൾ വരെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മഞ്ചേരി ജസീല ജംഗ്ഷനിൽ ഒരുക്കിയ പരിപാടിയിലാണ് നയപ്രഖ്യാപനം നടത്തിയത്. ജനങ്ങളോട് ഉത്തരം പറയേണ്ട ചില വിഷയങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെടുകയും അത് നാട് ഭരിക്കുന്ന ഗവൺമെന്റിനെ, അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയെ, ഈ ഗവൺമെന്റിനെ അധികാരത്തിലെത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വത്തെ, ഇവരെയൊക്കെ വിവിധ ഘട്ടങ്ങളിലായി ഈ നാടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഞാൻ ജനങ്ങളുടെ മുന്നിലേക്ക് തുറന്നു പറഞ്ഞ വളരെ മോശപ്പെട്ട ചില പ്രവർത്തികൾ ഈ സമൂഹത്തോട് എനിക്ക് വിളിച്ചു പറയേണ്ടി വന്നു. ഗവൺമെന്റ് മുന്നിൽ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത വിഷയങ്ങൾ, ആ വിഷയങ്ങൾ ഇപ്പോഴും ഈ സമൂഹത്തിന്റെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഒന്നാമതായി ഞാൻ ചൂണ്ടിക്കാണിച്ചത് കരിപ്പൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് നടത്തിയ സ്വർണ്ണക്കള്ളക്കടത്തും ആ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച കേരളത്തിലെ ലോ ആൻഡ് ഓർഡറിന്റെ ADGP അജിത് കുമാറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും നേതൃത്വം നൽകിയ ആ കള്ളക്കടത്ത് സംഘത്തിന്റെ ഓരോ പ്രവൃത്തികളും പൊതുസമൂഹത്തിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ടവരിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കി കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ ഗവൺമെന്റിന് മുന്നിൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടൊരു പരാതി കൊടുക്കുക. അതോടൊപ്പം നാട്ടിലെ ഏറ്റവും പ്രമാദമായ എടവണ്ണ വിധാൻ വധക്കേസും കഴിഞ്ഞ 13-14 മാസമായി കാണാത്ത കോഴിക്കോട്ടെ വ്യവസായി മുഹമ്മദ് മാമിയുടെയും തിരോധനവും, ഈ 3-4 വിഷയങ്ങളാണ് പ്രധാനമായിട്ടും ഞാൻ ഗവൺമെന്റിന് പരാതി കൊടുത്തത്. മലപ്പുറത്തിന്റെ വടക്കൻ ഭാഗങ്ങളും കോഴിക്കോടിന്റെ തെക്കൻ ഭാഗങ്ങളും ഉൾപ്പെടുത്തി പുതിയ ജില്ല രൂപീകരിക്കണമെന്നതുൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളാണ് നയരേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സർക്കാർ സ്കൂളുകളിൽ മക്കളെ പഠിപ്പിക്കാത്ത സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിന്റെ 20% പിടിക്കണം. ഇത് സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിന് ഉപയോഗിക്കണം. സ്കൂൾ സമയം രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാക്കണം. ജാതി സെൻസസ് നടപ്പാക്കണം. പ്രവാസി ഇന്ത്യക്കാർക്കും വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതതു രാജ്യത്ത് വെച്ച് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ സൗകര്യമൊരുക്കണം. വന്യമൃഗങ്ങളെ തുരത്താൻ സ്വീകരിച്ച നടപടികളുമായി ബന്ധപ്പെട്ട് കർഷകർക്കെതിരായ കേസുകൾ പിൻവലിക്കണം. ഇരുചക്രവാഹന ഉടമകളെ പോലീസ് പീഡിപ്പിക്കുന്നത് നിർത്തലാക്കാൻ ജില്ലതോറും 2 വീലേഴ്സ് പ്രൊട്ടക്ഷൻ ഫോറം തുടങ്ങണം. അംഗങ്ങളിൽ നിന്ന് ചെറിയ തുക ഈടാക്കി ക്ഷേമ പദ്ധതി നടപ്പാക്കണം തുടങ്ങിയ നിരവധി പ്രഖ്യാപനങ്ങളാണ് PV അൻവർ MLA നടത്തിയത്. കൂടാതെ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയുടെ പ്രഥമ സമ്മേളന നഗരിക്ക് പുറത്ത് മത, സാംസ്കാരിക, രാഷ്ട്രീയ, നവോത്ഥാന നായകരുടെ ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു. പ്രതികൂല കാലാവസ്ഥ മറികടന്ന് 10,000-ങ്ങളാണ് സമ്മേളനത്തിൽ പങ്കാളികളായത്. സംസ്ഥാനത്തിന്റെയും ജില്ലയുടെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് കരുത്തുപകരാൻ നിരവധി ആളുകളെത്തി. നീലഗിരി ജില്ലയിൽ നിന്നും DMK പ്രവർത്തകരും എത്തിയിരുന്നു. കൊടിവീശിയും ചുവടുകൾ വെച്ചും പ്രവർത്തകർ ആവേശം തീർത്തു. അൻവറിന്റെ ഫോട്ടോ പ്രിന്റ് ചെയ്ത ടീഷർട്ടുകൾ ധരിച്ച 100ഓളം വളണ്ടിയർമാർ പന്തലിലും പുറത്തും സജീവമായുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.